ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തിയും സഭാ നേതാക്കളെ സന്ദർശിച്ചും ബി.ജെ.പി. നേതാക്കൾ. മുനമ്പത്തെ തർക്കം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ക്രൈസ്തവ സഭാ നേതാക്കൾ പറഞ്ഞു. മുനമ്പത്തിൽ കിരൺ റിജിജുവിന്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. കഴിഞ്ഞ ക്രിസ്മസ്, ഈസ്റ്റർ ദിനങ്ങളിൽ ക്രൈസ്തവ ഭവനങ്ങളിൽ ബി.ജെ.പി. നേതാക്കൾ സ്നേഹയാത്ര എന്ന പേരിൽ സന്ദർശനം നടത്തുകയും സഭാധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ സ്നേഹയാത്ര എന്ന പേരിൽ ഭവന സന്ദർശനം ഉണ്ടായില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിറോ മലബാർ സഭ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. ഉയർപ്പുണ്ട്. ഈസ്റ്ററിൻ്റെ സന്ദേശം തന്നെ സമാധാനത്തിൻ്റെതാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ഞങ്ങളുടെ കുർബാനയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ്, സമാധാനത്തിൻ്റെ തിരുനാളാണ്. തൃശൂർ പുത്തൻപള്ളിയിലും ഒല്ലൂർ പള്ളിയിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. തിരുവനന്തപുരത്ത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. വഖഫ് നിയമം നടപ്പിലാക്കുമ്പോൾ മുനമ്പത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖറും പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമം നടത്തുന്നുണ്ടെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. ആ ബില്ല് ഇവർ ഈ ബില്ലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇന്ത്യ അലയൻസിൻ്റെ പാർട്ടികൾ അവരെല്ലാം ആ ബില്ലെല്ലാം സുപ്രീം കോർട്ടിൽ നിന്ന് പുറത്ത് വന്ന് ഇംപ്ലിമെൻ്റ് ആവുമ്പോൾ മുനമ്പം ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നതാണ് എനിക്ക് തന്ന ഉറപ്പും എനിക്ക് മനസ്സിലായ കിരൺ റിജിജു അന്ന് സംസാരിച്ച് അതെന്ന് മനസ്സിലായത് ഇതാണ്. ആ മുനമ്പം വിഷയം രാഷ്ട്രീയമായിട്ട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതിനെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതികളും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. മുനമ്പത്തെ പ്രശ്നം സർക്കാർ പരിഹരിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. സന്മനസ്സുകളുടെ പ്രവർത്തനത്തിലൂടെ മുനമ്പത്തെ തർക്കങ്ങൾക്ക് പരിഹാരമാകുമെന്ന് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് 24.